ഈ കഴിഞ്ഞ ഞായറാഴ്ച ആഗസ്റ്റ് 3-ാം തീയതി ഡെക്കാൻ ഹെറാൾഡ് പത്രത്തിൽ ഇന്ത്യയിൽ നടക്കുന്ന സ്ത്രീധന മരണങ്ങളെക്കുറിച്ച് ഒരു ലേഖനമുണ്ടായിരുന്നു. ഏതാണ്ട് 7000 മരണങ്ങൾ കഴിഞ്ഞ വർഷം നടന്നതായാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 1961 സ്ത്രീധന നിരോധന ബിൽ നടപ്പിൽ വന്നെങ്കിലും ഇന്നും ധാരാളം സ്ത്രീധന മരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 സാമ്പത്തിക ശേഷിയുള്ള കുടുംബങ്ങളിലെ ഇത്തരം സംഭവങ്ങൾ പത്രത്തിൽ വിവരിക്കുന്നുണ്ട്. പെൺകുട്ടികൾ സമൂഹത്തിൻ്റെ സമ്മർദ്ദത്തെ ഭയന്നു പീഡനങ്ങളുണ്ടായാൽ വീണ്ടും ഭർതൃഗൃഹത്തിൽ തന്നെ താമസിക്കുവാൻ നിർബന്ധിതരാകുന്നു. സമൂഹത്തിലെ സമ്മർദ്ദങ്ങളും അതിഭീമമായ മകളുടെ വിവാഹ ചെലവും മാതാപിതാക്കളെയും അങ്ങേയറ്റം സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. നിർണായക ഘട്ടങ്ങളിൽ സ്വയം തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാനുള്ള വ്യക്തിത്വമില്ലായ്മയും സ്വയം പര്യാപ്തത കുറവും പെൺകുട്ടികളെ വളരെയധികം സമ്മർദ്ദത്തിലാക്കുന്നു. പുതുതലമുറയിൽ വിവാഹം ഒരു കച്ചവടമല്ല എന്നും പരസ്പരം ഇണകളെ കണ്ടെത്തി സഹകരിച്ച് ഒരുമിച്ച് ജീവിച്ച് ഒരു കുടുംബം കെട്ടിപ്പുലർത്താനുള്ള സംവിധാനമാണ് എന്നുള്ള ബോധം ഉണ്ടാക്കേണ്ടത് വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകതയാണ്. സമൂഹവും മാധ്യമങ്ങളും ഈ ദുഷ്പ്രവണതയ്ക്കെതിരെ ശക്തമായി പ്രതികരിക്കുകയും പ്രചരണങ്ങൾ നടത്തുകയും വേണം. ശാശ്വതമായ പ്രശ്ന പരിഹാരത്തിന് സമൂഹത്തിൻ്റെ ശക്തമായ പ്രവർത്തനങ്ങൾ കൂടിയേ തീരൂ. സതി ഇന്ന് നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടത് വെറും നിയമം കൊണ്ട് മാത്രമല്ല, സമൂഹത്തിൻ്റെ ശക്തമായ ഇടപെടലുകളും വിമർശനവും ബോധവൽക്കരണവും പ്രവർത്തനങ്ങൾ കൊണ്ടുകൂടിയാണ്. ഏതാണ്ട് 13-14 കോടി ജനസംഖ്യ വരുന്ന മഹാരാഷ്ട്രയിൽ അതിൻ്റെ 33% വരുന്ന മറാത്ത സമൂഹം ഒരു നിർണായക തീരുമാനമെടുത്തിട്ടുണ്ട്. അവരുടെ ഇടയിലുള്ള സ്ത്രീധന മരണങ്ങൾ ഇല്ലാതാക്കാൻ സമൂഹ നേതാക്കന്മാർ ഒരുമിച്ച് കൂടി സ്ത്രീധനവും ആർഭാട വിവാഹവും അതോടനുബന്ധിച്ചുള്ള സമ്മാന വിതരണവുമെല്ലാം തെറ്റാണ് എന്ന് പറയുകയും അതിനെ ശക്തമായി അപലപിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ അവരുടെ ഇടയിലുള്ള സമൂഹ നേതാക്കന്മാർ ഒരുമിച്ച് ഓരോ കുടുംബവും സ്വയം ചെയ്യേണ്ട വിവാഹ സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ നിർദ്ദേശിക്കുമെന്നുണ്ട്. സ്ത്രീധനം കൊടുക്കാതിരിക്കുക, ആർഭാട വിവാഹങ്ങൾ നടത്താതിരിക്കുക, സമ്മാനദാനങ്ങൾ ഒഴിവാക്കുക, കൂടാണ്ട് വിവാഹം കൃത്യസമയത്ത് നടത്തുക, വിവാഹ സമയത്ത് പൂർവികമായി ഉണ്ടായിരുന്ന പ്രഭാഷണങ്ങൾ ഒഴിവാക്കുക. ഈ നിർദ്ദേശങ്ങൾ വളരെ ഫലപ്രദമാണ്. ഇത് കാലക്രമേണ മറാത്ത സമൂഹത്തിലുള്ള സ്ത്രീധന മരണങ്ങൾ ഇല്ലായ്മ ചെയ്യും എന്നതിന് ഉറപ്പാണ്. ഇത്തരം തീരുമാനങ്ങൾ മറ്റു സമൂഹങ്ങളും എടുക്കേണ്ടിയിരിക്കുന്നു.